ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 8-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 6-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യത്വത്തിന്റെ അർത്ഥമെന്തെന്ന് ഈ വചനഭാഗം വിവരിക്കുന്നു. ശിഷ്യത്വത്തിന്റെ അർത്ഥം വിവരിക്കുന്ന 3 ഉപമകൾ നൽകപ്പെടുകയാണ്. ആ 3 ഉപമകളിൽ ആദ്യത്തേത് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നതാണ്. ഈ ഉപമ മത്തായി സുവിശേഷത്തിലും തോമസിന്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയും. യേശു ശുശ്രൂഷ ആരംഭിച്ചത് അന്ധർക്ക് കാഴ്ച പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പിന്നീട് യേശു അന്ധർക്ക് കാഴ്ച നൽകുന്ന സംഭവങ്ങളും ലൂക്ക വിവരിക്കുന്നുണ്ട്. യേശുവിന് അന്ധരായവരോട് കരുതലും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിലും അന്തരാർത്ഥത്തിലും അന്ധരെ നയിക്കാൻ യേശുവിൻ്റെ ശിഷ്യർ തയ്യാറാകണം. ഇവിടെ തന്നെ നയിക്കാൻ ഒരാളെ ആവശ്യമാണെന്ന് സമ്മതിക്കുന്ന എത്യോപ്യൻ ഷണ്ഡനെ ഓർമ്മയിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 31-ാം വാക്യം. തുടർന്നുള്ള വാക്യം ശിഷ്യത്വത്തെക്കുറിച്ച് സുവിശേഷകൻ നൽകാൻ ആഗ്രഹിക്കുന്ന അറിവ് ഫലപ്രദമായി സംഗ്രഹിക്കുന്നു. അഭ്യാസം പൂർണ്ണമാകുമ്പോൾ ശിഷ്യൻ ഗുരുവിനെ പോലെയാകും. എന്നാൽ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. അന്ധനെ നയിക്കുന്നതിനെ സംബന്ധിച്ച വാക്യവും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള തുടർവാക്യവും ശിഷ്യരുടെ ഉചിതമായ പദവി സ്ഥാപിക്കുകയാണ്. ശിഷ്യൻ അവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ മികച്ച യോഗ്യതയുള്ളവരായിരിക്കണം. അന്ധരായ വഴികാട്ടികളെ പോലെ അവർ അജ്ഞരായിരിക്കരുത്. മറ്റുള്ളവരെ വഴികാട്ടുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട അവർ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. രണ്ടാമത്തെ ഉപമ ശിഷ്യരുടെ തെറ്റുകളും മറ്റുള്ളവരിൽ കണ്ണടയ്ക്കാവുന്ന തെറ്റുകളും തമ്മിലുള്ള അന്തരം വിശദമാക്കുന്നു. മത്തായി 7-ാം അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങളിലും തോമസിന്റെ സുവിശേഷത്തിലും കാനൂനികമല്ലാത്ത തോമസിന്റെ സുവിശേഷത്തിലും ഇതിന് സമാന്തരമുണ്ട്. കരട് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കാർഫോസ് ആണ്. ഒരു തടി അറുക്കുമ്പോൾ അതിൽ നിന്നും അടർന്നു പോകുന്ന ഒരു ചെറിയ തരിയാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്ന കാർഫോസ് അഥവാ കരട്. തടിക്കഷ്ണം എന്ന പദം ഗ്രീക്കിലെ ഡോക്കോസ് എന്നതിൻ്റെ വിവർത്തനമാണ്. ഇതിൻ്റെ അർത്ഥം ഉത്തരം, തടിമരം, മരത്തിൻ്റെ തായ്തടി എന്നൊക്കെയാണ്. ഒരു കെട്ടിടത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഉത്തരമാണിത്. ഉത്തമഗീതത്തിൽ ഈ അർത്ഥം വരുന്ന പ്രയോഗം കാണാൻ കഴിയും. ദേവദാരുകൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. 1:17. യേശുവിന്റെ ഉപമ അതിശയോക്തി നിറഞ്ഞ ഒരാശയം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ തെറ്റുകൾ വളരെ വലുതാണെങ്കിലും മറ്റുള്ളവരുടെ ചെറിയ പിഴവുകൾ പോലും ചൂണ്ടിക്കാണിക്കുവാനുള്ള സാധാരണ മനുഷ്യ താല്പര്യത്തെ ഈ ഉപമ തുറന്നു കാട്ടുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ അവന്റെ തെറ്റുകളെ മറ്റുള്ളവരുടെ തെറ്റുകളുമായി തുലനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വളരുന്നില്ല. തങ്ങളുടെ തെറ്റുകൾക്കും പരാജയങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനുള്ള പ്രവണത ക്രിസ്തു ശിഷ്യർ ഒഴിവാക്കണം.
വിധിക്കലും കുറ്റാരോപണവും ക്രിസ്തു ശിഷ്യരുടെ മുഖമുദ്രയല്ലെന്ന് സാരം. ഓരോ വൃക്ഷവും അതിൻ്റെ തന്നെ ഫലം കൊണ്ട് തിരിച്ചറിയണമെന്നാണ് മൂന്നാമത്തെ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നത്. മത്തായി 7:16-20 തോമസിന്റെ സുവിശേഷം, കാനൂനികമല്ലാത്ത തോമസിന്റെ സുവിശേഷത്തിലും ഇഗ്നേഷ്യസ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലും ഈ ഉപമയുടെ സമാന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ സ്വഭാവ വൈശിഷ്ട്യത പ്രവർത്തികളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയണമെന്ന് പഴയ നിയമത്തിലും പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ജെറമിയ 17:10 മത്തായി സുവിശേഷകൻ ഈ ഉപമയെ വ്യാജ പ്രവാചകരെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി ബന്ധപ്പെടുത്തുമ്പോൾ ലൂക്ക അപ്രകാരം ചെയ്യുന്നില്ല. പകരം ലൂക്ക വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന സത്യം ഇതാണ്: ഒരാളുടെ കണ്ണിൽ നിന്ന് തടി നീക്കം ചെയ്യുന്ന കേവലം ശുദ്ധീകരണ പ്രവൃത്തിയല്ല ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, മറിച്ച് കലർപ്പില്ലാത്ത വൈശിഷ്ട്യമാർന്ന ഹൃദയമാണ്. അതുകൊണ്ട് ഉപമയിലെ വൃക്ഷം മനുഷ്യ വ്യക്തിയെയും വൃക്ഷത്തിന്റെ ഫലം ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെയും പ്രതിനിധാനം ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഒരാൾ ആരാണെന്നും അയാൾ എന്താണ് ചെയ്യുന്നതെന്നും തമ്മിൽ ആന്തരികവും ബാഹ്യവും അദൃശ്യവും ദൃശ്യവും തമ്മിൽ ഒരു സ്ഥിരത ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആന്തരികതയും ബാഹ്യമായ പ്രവൃത്തികളും തമ്മിൽ സ്ഥായിയായ ഒരു ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാൽ ശിഷ്യത്വം ആവശ്യപ്പെടുന്നത് കേവലം നല്ല പ്രവൃത്തികൾ മാത്രമല്ല, സമഗ്രതയും യേശുവിൽ കാണുന്നത് പോലുള്ള ഹൃദയശുദ്ധിയും കൂടിയാണ്. പ്രിയമുള്ളവരെ, ഉള്ളും പുറവും ഒരുപോലെ ശുദ്ധീകരിച്ച് ശിഷ്യത്വത്തിൽ വളരുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. പുറം കണ്ണ് തുറപ്പിക്കാൻ പുലർവേളയിൽ അംശുമാൻ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തിടേണം. ഉള്ളൂർ എസ് പരമേശ്വരൻ ദീപാവലി എന്ന കവിതയിൽ കുറിച്ച വാക്കുകൾ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.